അസ്സലാമലൈക്കും. ഇതെന്താണെന്നറിയോ? ഇതാണ് തേങ്ങാ മിഠായി അല്ലെങ്കിൽ ജോക്കർ മിഠായി. പണ്ട് കാലത്തുള്ളതാണ് കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇതിനെ പറ്റിയിട്ട് വലിയൊരു അറിവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ മിഠായി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 3/4 കപ്പ് ശർക്കര ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് 1/4 കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് ഉരുക്കിയെടുത്തതാണ്. ഉരുക്കിയെടുത്തിട്ട് ഇത് തന്നെ ഒന്ന് അരിച്ചൊഴിക്കാണ് ഒരു പാനിലേക്ക് അരിച്ചൊഴിച്ചതിന് ശേഷം ഇതിൽ ശർക്കരയിലെ വെള്ളം മുഴുവനായിട്ടും വറ്റിച്ചെടുക്കണം. നല്ലപോലെ വറ്റിക്കഴിഞ്ഞാൽ ഇതിലേക്കായിട്ട് വലിയൊരു തേങ്ങ മുഴുവനായിട്ട് ചിരവേതാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ശർക്കരയും തേങ്ങയും നല്ലപോലെ ഒന്ന് യോജിച്ചു കഴിഞ്ഞാൽ ഫ്ലെയിം മീഡിയത്തിനും ലോക്കും ഇടയിലേക്ക് മാറ്റണം. കാരണം ശർക്കര പെട്ടെന്ന് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇളക്കി കൊടുക്കുകയും വേണം. അങ്ങനെ ശർക്കരയിലെ വെള്ളം ഇതുവരെയായിട്ടും വറ്റി കഴിഞ്ഞിട്ടില്ല. ഇളക്കി കൊടുത്ത് മുഴുവനായിട്ടും നല്ലപോലെ തന്നെ ഒന്ന് വറ്റിച്ചെടുക്കുക. ഫ്ലേവറിന് വേണ്ടി 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ശർക്കരയും തേങ്ങയുമായി കൂടി ചേരുമ്പോൾ ഇതിലെ വെള്ളം ഊർന്നിറങ്ങി വരികയുള്ളൂ. പെട്ടെന്ന് വറ്റി കിട്ടൂല കേട്ടോ. പെട്ടെന്ന് വറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഫ്ലെയിം കൂട്ടി വെക്കരുത്. അടി പിടിച്ച് കരിഞ്ഞു പോയാൽ ഇതിന്റെ ടേസ്റ്റ് പാടെ മാറിപ്പോകും. അങ്ങനെ ഏകദേശം വെള്ളം വറ്റി വന്നു എന്ന് തോന്നുകയാണെങ്കിൽ ഇതിലേക്കായിട്ട് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിക്കുക. പിന്നീട് ഇതിലേക്കായിട്ട് 1/2 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നെയ്യും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ശർക്കരയിലെ വെള്ളം മുഴുവനായും വറ്റി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിനെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. സെറ്റ് ചെയ്യാൻ പോകുന്ന പാത്രത്തിന്റെ ഉള്ളിലായിട്ട് അല്പം ഓയിലോ നെയ്യോ ബട്ടറോ ഏതെങ്കിലും ഒന്ന് പുരട്ടി കൊടുക്കാം. അതിനുശേഷമാണ് ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. 1 സ്പൂണിന്റെ അടിഭാഗത്തായിട്ട് കുറച്ച് നെയ്യോ ഏതെങ്കിലും ഓയിലോ എന്തെങ്കിലും ഒന്ന് പുരട്ടിയതിന് ശേഷം അതുകൊണ്ട് പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെ ഒട്ടിപ്പോരൂല കേട്ടോ. അങ്ങനെ നല്ലപോലെ പ്രസ് ചെയ്തതിന് ശേഷം ഇതിനെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. റൂം ടെമ്പറേച്ചറിൽ വരാൻ കുറേ സമയം എടുക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നതാണ് നല്ലത്. നല്ലപോലെ ചൂടാറുന്നതിന് മുമ്പായിട്ട് ഒരു കത്തി കൊണ്ടോ ഇതിനെ കഷ്ണങ്ങളാക്കി മാറ്റി കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ മുറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടും. ഇത് മുഴുവനായിട്ടും സെറ്റ് ആയിട്ടില്ല കേട്ടോ. കുറച്ച് സമയം കൂടിയും കാത്തിരിക്കേണ്ടിയിരുന്നു. പക്ഷെ അതിനുള്ള സമയം ഇവിടെ കിട്ടിയില്ല. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാ മിഠായി അല്ലെങ്കിൽ ജോക്കർ മിഠായി റെഡി ആയി കഴിഞ്ഞു.